അതൊന്ന് ഓർമ്മ എടുക്കും. നമുക്ക് ഉപ്പും മുളകും കൂട്ടി തിന്നാം. ഇത് ജോലി കഴിഞ്ഞ് വരാൻ നേരം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ കുറച്ചധികം മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. പക്ഷെ അമ്മ എന്നോട് ആ കാര്യം പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അമ്മ മാങ്ങ സഞ്ചി ഒളിപ്പിച്ച് വെച്ചിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ വിട്ടുകൊടുക്കുമോ, എങ്ങനെയാണെങ്കിലും സംഭവം കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളൊരു വാശി എനിക്കും വന്ന്. പിന്നെ ദേ ഞാൻ കുറേ അധികം തപ്പി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് 9:30 മണിയായ വൈകിട്ട്. ആ സമയമായപ്പോൾ ഞാൻ ദേ കണ്ടുപിടിച്ചെടുത്ത് സഞ്ചി. ഇനി കിട്ടിയപ്പോഴാണെങ്കിലും അതെടുത്തോട്ട് പൊക്കി പിടിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മ ദേ അവിടെ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങോട്ട് അമ്മ തന്നെ സഞ്ചി പിടിച്ച് പോയ പോക്കാട്ടോ നിങ്ങളെ കണ്ടത്. എൻ്റെ നാടയിൽ തന്നെ ഇതിന് മണവേ ഉള്ളായിരുന്നു കേട്ടോ. വലിയ പുളിയും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നത്തെ കുറച്ച് ഉപ്പുകല്ലൊക്കെ കൂട്ടി ആ മാങ്ങ ഒന്ന് പുളി അമ്മയ്ക്ക് തന്നെ ആദ്യം കൊണ്ട് കൊടുത്തു കേട്ടോ. അമ്മ എന്നിട്ട് ഇഷ്ടപ്പെട്ടു, കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ 1-2 വട്ടം അധികം ഉപ്പ് കൂട്ടി തിന്നത്തില്ലല്ലോ. ആർക്കല്ലേ ഉപ്പ് കൂട്ടി മാങ്ങ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് തന്നു കഴിയുമ്പോഴത്തേക്കിന് ഇഷ്ടമല്ലാത്തത്. പിന്നെ അത് നമ്മുടെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്തത് അച്ഛയ്ക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. അച്ഛയാണെങ്കിൽ നല്ല ക്രിക്കറ്റ് കളിയുടെ തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ നൈസായിട്ട് ഞാൻ ആ മാങ്ങയുടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് അച്ഛൻ ഹാപ്പി. പാതിരാത്രി 9:30 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ കുടുംബം അടക്കം പച്ചമാങ്ങ ഉപ്പ് കൂട്ടി തിന്നലായിരുന്നു ഇന്നത്തെ പരിപാടി.